ഒരു ചൈനീസ് ആയിട്ടാണ് ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഗോബി നമ്മൾ ഓരോരോ ഫ്ലവറാക്കി പൊട്ടിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് വിനീഗർ ഉപ്പിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് അത് കഴുകിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതെനിക്ക് വേണ്ട ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാറ്റർ ഞാൻ എന്തൊക്കെയാ വെച്ചാൽ മൈദ, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഒരു ശകലം സോയ സോസ്, പിന്നെ ചില്ലി പൗഡർ, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ബാറ്റർ ഉണ്ടാക്കിയത്. ബാറ്റർ കുറച്ച് തിക്ക് ബാറ്ററാണ് ഉണ്ടാക്കിയെടുത്തത്. കാരണം ആ കോളിഫ്ലവർ അതിലേക്ക് നമുക്ക് കോട്ടായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ അതിൽ പിടിക്കില്ല കോളിഫ്ലവറിൽ. അപ്പോൾ എന്നിട്ട് കുറച്ച് എണ്ണയിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നമ്മൾ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ചൈനീസ് ടേസ്റ്റ് ഡിഫറെൻ്റ് ആയി പോകും, ടേസ്റ്റ് വരില്ല അതുകൊണ്ട് അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കോൺഫ്ലവറും മൈദയും ഞാൻ സെയിം അളവിലാണ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണെങ്കിൽ 2 ടീസ്പൂൺ മൈദ, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനാവശ്യമുള്ളത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസാണ് നമ്മൾ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ സോസ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചെങ്കിൽ സോസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യമേ എടുത്തു വെച്ചു. കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പാനിൽ ഇട്ടതിന് ശേഷം പോയിട്ട് സോസ് അന്വേഷിച്ചാൽ ചിലപ്പോൾ അതൊക്കെ കരിഞ്ഞു പോകും. ചൈനീസ് ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു എന്താ പറയുക ബൗളിൽ ഞാൻ സോസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഈ ടൊമാറ്റോ സോസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ്നെസ് കൂടുതൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. 1 ടീസ്പൂണോ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി ആ ബൗള് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അത് ഒരു സെപ്പറേറ്റ് നമ്മൾ എടുത്തു വെച്ച് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെക്കുന്നു. അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ, നമ്മൾ ഈ കോളിഫ്ലവർ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. ആ എണ്ണ എടുത്ത് അതിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ കുനുകുനാന്ന് അങ്ങോട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിൽ ഇഞ്ചി കുറച്ച് കുറവ് മതി, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ, അങ്ങനെയാണ് അരിഞ്ഞെടുത്തത്. എന്നിട്ട് അത് അരിഞ്ഞെടുത്ത് അത് അതിലേക്ക് ഫസ്റ്റ് തട്ടി അതൊന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഫുള്ളാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒന്ന് നമ്മൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലിയും ഒനിയനും നമ്മുടെ സവാള എന്താണെന്ന് വെച്ചാൽ വലിയൊരു സവാളയോ അല്ലെങ്കിൽ പകുതി സവാളയോ അങ്ങനെ ഒന്നല്ല ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എന്താ എടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ 2 സവാള എടുത്തു. 2 സവാള എടുത്ത പുറത്തത്തെ പാട്ടെല്ലാം ഞാൻ എടുത്തിട്ട് ഈ സ്ക്വയർ നമ്മുടെ മഞ്ചൂരിയനിൽ വേണമല്ലോ, ക്യൂബ് പീസസ് ആയിട്ട് അതെടുത്തു. അതിൽ ഉള്ളിലത്തെ പാട്ട് ക്യൂബ് ആക്കാൻ പറ്റാത്ത ആ പാട്ട് 2 അതാണ് ഞാൻ ഈ സവാള കൊത്തി കുനുകുനാന്ന് അരിഞ്ഞിലേക്ക് അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചമുളകിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം ഇട്ടതിന് ശേഷം സവാളയും പച്ചമുളകും കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ടതിന് ശേഷം പിന്നെ അതൊന്ന് ഒക്കെ നമ്മളങ്ങോട്ട് ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ചൈനീസിൽ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യണത് ക്യാപ്സിക്കം ഞാൻ 2 കളർ എടുത്തിട്ടുണ്ട്. റെഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് എടുത്തന്നെ വീഡിയോ ഒക്കെ ആയ കാരണം ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ വിചാരിച്ച് ചെയ്തതാണ്. ഗ്രീൻ മാത്രമായാലും ഒരു പ്രശ്നമില്ല. ഗ്രീൻ മാത്രമായിട്ടും ഉണ്ടാക്കാറൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ. നന്നായിട്ട് ഇളക്കണം. ക്യാപ്സിക്കും ഒനിയനും കൂടി ഇടണു. കട്ട് ചെയ്ത് സ്ക്വയർ പീസസ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും. എന്നിട്ട് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചതിന് ശേഷം മിക്സാക്കി എല്ലാം റെഡിയായി. ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്ന ആ സമയത്ത് ഞാൻ കുറച്ച് ഈ സോസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കുറേശ്ശെ അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എടുത്തൊഴിക്കുന്നു, ഇളക്കുന്നു, നന്നായി ഇളക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് 1 ടീസ്പൂണോളം കുറവ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് അതിലേക്ക് എടുത്ത് തട്ടുന്നു. കോൺഫ്ലവർ എടുത്ത് തട്ടിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യരുത് കേട്ടോ, തിക്കായിട്ട്. ഉടനടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അതെടുത്ത് അതിലേക്ക് തട്ടണം. അതെടുത്ത് തട്ടി വൃത്തിയായി ഇളക്കി ആ സോസും അതിൻ്റെ മുകളിൽ നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും സ്പ്രിംഗ് ഒനിയൻ ഇടാം അരിഞ്ഞെടുത്തിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിലെന്താ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടാം. ഞാൻ മല്ലിയിലാണ് ഇട്ടിരിക്കുന്നത്, സ്പ്രിംഗ് ഒനിയൻ ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ്
ഈസി ആയിട്ട് നമുക്ക് കോളിഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കാനുള്ള എൻ്റെ ഒരു രീതി. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ ചാനലിനെ. താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ മഞ്ചൂരിയൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ചൈനീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ചൈനീസ് കഴിക്കാൻ ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എല്ലാവരും അറിയിക്കണേ. താങ്ക് യു സോ മച്ച്.